ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലെ ഫോട്ടോസിസ്റ്റത്തെ കുറിച്ചാണ്. ജലം, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങളുടെ ഹരിതകണങ്ങളിൽ, അതായത് ക്ലോറോപ്ലാസ്റ്റ് നടക്കുന്ന ആഹാര നിർമ്മാണ പ്രക്രിയയാണല്ലോ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിലെ മുഴുവൻ പ്രക്രിയകളെ സൂചിപ്പിക്കുന്ന രാസവാക്യമാണ് ഈ കാണുന്നത്. അതായത് 6CO2 plus 12H2O, the presence of chlorophyll and light, we get the carbohydrate. അപ്പോൾ ഫോട്ടോസിന്തസിന്റെ ബയോകെമിക്കൽ ഇക്വേഷൻ നമുക്ക് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എൻ ഓക്സിഡോ-റിഡക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് എന്ന് പറയാമല്ലോ. അതായത് ഇവിടെ കാർബൺ ഡയോക്സൈഡ്, ഈ കാർബൺ ഡയോക്സൈഡിൽ വാട്ടറിൽ നിന്ന് വരുന്ന ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് ചേർന്ന് നമുക്ക് കാർബൺ ഡയോക്സൈഡ് എന്തായിട്ട് മാറും? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ഇതാണല്ലോ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു, വാട്ടറിൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. സോ ഇൻ ദാറ്റ് സെൻസ് വാട്ടർ ഗെറ്റ് ഓക്സിഡൈസ്. അപ്പോൾ വാട്ടറിന് ഓക്സീകരണം നടക്കുന്നു, കാർബൺ ഡയോക്സൈഡിന് നിരോക്സീകരണം നടക്കുന്നു ഫോട്ടോസിന്തസിൽ. പിന്നെ ഇപ്പൊ നമുക്കിവിടെ എന്ത് വേണം? ഇവിടെ ഹരിതകം വേണം. ഹരിതകം ഇവിടെ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്തല്ലേ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് നോക്കാം. ഒരു ക്ലോറോപ്ലാസ്റ്റില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഈ ഹരിതകണത്തിലാണ്. ഇതില് ഇവ ഒരു ഇരട്ട സ്ഥലത്ത്, അതായത് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണല്ലോ. ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ, ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇവിടെ ഇതിനകത്ത് ഒരു ദ്രാവകം കാണാം. എന്താണ്? സ്ട്രോമ. സ്ട്രോമയില് ധാരാളം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള തൈലക്കോഴ്സ് കാണാം. അതായത് സ്തരീയ ഡിസ്കുകൾ എന്ന് പറയുക കേട്ടോ. ഇവിടെ നോക്കാം, 1, 2, 3, 4, 5, 6, 7. ഇത് ധാരാളം തൈലക്കോഴ്സ് ഉണ്ട്. അത് മെംബ്രെയിൻ ബൗണ്ടാണ്. അങ്ങനെ തൈലക്കോഡ് ഒന്ന് അബൌട്ട് അതർ ലൈക്ക് ദ പൈസ അടുക്കി വെച്ചിട്ടുള്ള പോലെ ഇരിക്കുക. അങ്ങനെ ഈ ഒരു കട്ടിയെ നമുക്ക് എന്ത് പറയാം? ഒരു ഗ്രാനം. അങ്ങനെ ഗ്രാനം നോക്കി, ഇവിടെ ഗ്രാനം കാണാം, ഇവിടെ ഗ്രാനം ഉണ്ട്. ഇങ്ങനെ ധാരാളം ഗ്രാനകൾ കാണാം, ക്ലോറൈഡ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അടുത്ത് കാണുന്ന ദ്രാവകം എന്താണ്? സ്ട്രോമ. ഓക്കെ. ഇപ്പോ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണെന്ന് നമുക്കറിയാം. സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. പിന്നെ നമുക്ക് ഫോട്ടോസിന്തസിനെ സഹായിക്കുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് വർണ്ണകങ്ങള് എന്തൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ഹരിതകം ബി, അതായത് സാന്തോഫിൽ, കരോട്ടിനോയിഡുകൾ. ഇതിന്റെ നിറം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ചിലപ്പോൾ ചോദിക്കും. ഹരിതകം എ നമുക്ക് ക്രോമറ്റോഗ്രാമില് കടും പച്ച അല്ലെങ്കിൽ നീല കലർന്ന പച്ച നിറം. ഹരിതകം ബി മഞ്ഞ കലർന്ന പച്ച നിറമാണ്. സാന്തോഫിൽ മഞ്ഞ നിറം. കരോട്ടിനോയിഡുകൾ മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമായിരിക്കും. അപ്പൊ ഇതില് ഹരിതകം എ ഒഴികെ ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ്, ഇതെല്ലാം ഇത്രയും നമുക്ക് അക്സസറി പിഗ്മെന്റ്സ് എന്നാ പറയുക. അതായത് സഹായക വർണ്ണം. സഹായക വർണ്ണം എവിടെയാണ് കാണുന്നത് ഞാൻ ഇപ്പൊ പറയും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഇത്രയും ആണ് എന്താ വർണ്ണകങ്ങള്, ഫോട്ടോസിന്തസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന വർണ്ണകങ്ങൾ, പിഗ്മെന്റ്സ്. ഓക്കെ. ഇനി നമുക്ക് ലൈറ്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ലൈറ്റിന്റെ ഏത് ഭാഗമാണ് കൂടുതലായിട്ട് വേണ്ടി വരുന്നാൽ നമുക്ക് ആകിരണ വർണ്ണരാജിയും പ്രാവർത്തിക വർണ്ണരാജിയും, അതായത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആൻഡ് ആക്ഷൻ സ്പെക്ട്രം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ദൃശ്യപ്രകാശത്തിന്റെ വർണ്ണരാജിയിൽ, അതായത് വിസിബിൾ സ്പെക്ട്രത്തില് നീല, ചുവപ്പ് എന്നീ തരംഗദൈർഘ്യമുള്ള ഭാഗങ്ങളിലാണ് ആകിരണ വർണ്ണരാജിയും പ്രാവർത്തിക വർണ്ണരാജിയും കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഇവിടെ നോക്കി അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗമല്ല ഏതാണ്ട് ബ്ലൂ റേഞ്ചാണ്. ഇവിടെ റെഡാണ്. റെഡ് കഴിഞ്ഞങ്ങോട്ട് ഫാർ റെഡ് ആണല്ലോ. ഇവിടെ ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രൽ നോക്കി നീല, ചുവപ്പ് എന്നീ തരംഗ ദൈർഘ്യമുള്ള ഭാഗങ്ങളിലാണ് ആകിരണ വർണ്ണരാജിയും പ്രാവർത്തിക വർണ്ണരാജി, ആക്ഷൻ സ്പെക്ട്രം, അതും കൂടിയിരിക്കുന്ന ഈ ബ്ലൂ റീജിയനിൽ റെഡിലും തന്നെ. എന്നിട്ട് ഇത് പ്രാവർത്തിക വർണ്ണരാജി കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്താണ്. പക്ഷെ റെഡ് ലൈറ്റ് ആണ് ഫോട്ടോസിന്റെ റേറ്റ്, അതായത് അബ്സോർപ്ഷൻ ആക്ഷൻ സ്പെക്ട്രത്തില് ഏറ്റവും കൂടുതൽ. രണ്ടിലും വെച്ച് നോക്കുമ്പോൾ റെഡിലാണ്, ബ്ലൂവിലും ഉണ്ട്. അപ്പൊ അതാണ് maximum rate of photosynthesis found in red light, followed by
ബ്ലൂ എന്ന് പറയും. അപ്പൊ മോസ്റ്റ് ഇഫക്റ്റീവ് ലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ് എന്താണ്? റെഡ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ റെഡ് ഡ്രോ ഫിനോമിനൻ, എൻഹാൻസ്മെന്റ് എഫക്റ്റ്, ആ രണ്ട് വേർഡും കൂടെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിഗ്മെന്റ് സിസ്റ്റത്തിലോട്ട് പോകാം. റെഡ് ഡ്രോ ഫിനോമിനൻ ഞാൻ പറഞ്ഞു, റെഡിന് ശേഷം എന്താണ്, ഒരു റെഡ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ റെഡ് കഴിഞ്ഞതിന് ശേഷം ഈ പീക്ക് കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് ആണ് വരുന്നത്. അതാണ് റെഡ് ഡ്രോപ്പ്. ദിസ് സഡൻ ഡ്രോപ്പ് ഇൻ ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എബോവ് റെഡ് റീജിയൻ, അതാണ് പറയാ റെഡ് ഡ്രോപ്പ് ഫിനോമിനൻ. ഇതുപോലെ ഒരു കാര്യം കൂടെ, എൻഹാൻസ്മെന്റ് ഇഫക്റ്റ്, അതിനെ എമേർഷൻ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ് എന്ന് പറയും. അത് ചെയ്തത് ഇതാണ്, ഇങ്ങനെയാണ്. എമേർഷനും ലിവിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരൻ കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഷോർട്ടർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റും ലോങ്ങർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എക്സ്പോസ് ചെയ്തു പ്ലാനറ്റ്. അന്നേരം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വാസ് ഹയർ ദാൻ the total rate when beams given below given yellow. ഇപ്പൊ ഇതാണ് ഷോർട്ടർ വേവ് ലെങ്ത് മാത്രം കൊടുത്തു, അന്നേരം എത്രയാണ് ഈൽഡ് എന്ന് നോക്കി. ലോങ്ങർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് മാത്രം എക്സ്പോസ് ചെയ്തു, അന്നേരം എത്രയാണ് ഈൽഡ് എന്ന് നോക്കി. ഇത് രണ്ടിനേക്കാളും ഓരോന്ന് പ്രത്യേകം കൊടുത്തതിനേക്കാളും കൂടുതലായിരുന്നു എന്താ, ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് വാസ് സൂപ്പർ ഇമ്പോസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. ഇതിനെ പറയുന്നതാണ് എമേർഷൻ എൻഹാൻസ്മെന്റ് ഇഫക്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ വർണ്ണരാജി നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം ഉണ്ട്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കാൻ ക്ലോറോഫിൽ എ മാത്രം പോരെ, ക്ലോറോഫിൽ ബി, ആക്സസറി പിഗ്മെന്റ്സ്, ഇതൊക്കെ വേണം. ഈ എല്ലാ പിഗ്മെന്റ്സും ഒരു സിസ്റ്റമായിട്ട് അറേഞ്ച് ചെയ്യുന്നു, എന്നാൽ മാത്രമേ ഫോട്ടോസിന്തസിസ് എന്ന ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഏതുപോലെ, ഇപ്പൊ നമുക്ക് ഡൈജഷൻ എന്ന ഫംഗ്ഷൻ നടക്കണമെങ്കിൽ മൗത്ത് മാത്രം മതിയോ? പോരാ, സ്റ്റൊമക്ക്, ഇൻറ്റെസ്റ്റൈൻ, ഗ്ലാൻസ് എല്ലാം കൂടെ ചേർന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കണം. അതുപോലെ ഇവിടെ ക്ലോറോഫിൽ മാത്രം പോരാ, അതും ക്ലോറോഫിൽ എ മാത്രം പോരാ, ബി മാത്രം പോരാ, പിന്നെ ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ടുള്ള ബി, സാന്തോഫിൽ, ഇതെല്ലാം വേണം. ഇതിനെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. അതാണ് ഓക്കെ. ഞാൻ പറഞ്ഞു ഫോട്ടോ സിസ്റ്റം രണ്ട് രീതിയിലുണ്ട്, ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം. ഫോട്ടോ സിസ്റ്റം 1 ആയാലും 2 ആണെങ്കിലും കോമൺ ആയിട്ട് രണ്ടിനും ഒരു കാര്യം എന്താണെന്ന് അറിയാം. അതിന് ഇങ്ങനെ ഈ ലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം, അതാണ് ആന്റിന മോളിക്യൂൾ എന്ന് തന്നെ പറയും. കണ്ടോ, ഫോട്ടോൺസ് ലൈറ്റ് അതിനെ അബ്സോർവ് ചെയ്യുന്ന ഇത്രയും ഏരിയ ആന്റിന, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ് മോളിക്യൂൾസ്, ഇതിനെ ആന്റിന മോളിക്യൂൾ എന്നും പറയും. അപ്പൊ ലൈറ്റ് എന്നിട്ട് ഒരു റിയാക്ഷൻ സെന്ററുകൾ നോക്കി, ഇതാണ് റിയാക്ഷൻ സെന്റർ. അത് പിഗ്മെന്റ് സിസ്റ്റം 2ലും ഉണ്ട്. ഇവിടെ നോക്കി, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പിഗ്മെന്റ്സ് ആണ് ഇതൊക്കെ കാണുക, അതായത് ആന്റിന മോളിക്യൂൾ. ഒരു റിയാക്ഷൻ സെന്ററും ഉണ്ട്. ഇത് രണ്ട് കോമൺ ആണ്. അപ്പൊ ഒന്നുകൂടെ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്ത് ചെയ്യണം, ഈ പിഗ്മെന്റ്സ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് സിസ്റ്റം ആകണം. അതാണ് ഫോട്ടോ സിസ്റ്റം. ആ ഫോട്ടോ സിസ്റ്റം രണ്ട് രീതിയിലുള്ളതെല്ലാം ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം രണ്ടിനും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് എന്താ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന LHC എന്ന് പറയും, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, അതിനെ ആന്റിന മോളിക്യൂൾ എന്ന് പറയും. പിന്നെ റിയാക്ഷൻ സെന്റർ. ഇനി ഇവിടെ ഈ ആന്റിന മോളിക്യൂളില് അക്സസറി പിഗ്മെന്റ്സ് എല്ലാം കാണും. അപ്പൊ ഏത് കാണുകയില്ല? ക്ലോറോഫിൽ എ കാണില്ല. എന്നാൽ റിയാക്ഷൻ സെന്ററിൽ ഏത് മാത്രമേ കാണുള്ളൂ? ക്ലോറോഫിൽ എ മാത്രമേ കാണുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആന്റിന മോളിക്യൂൾ LHCയിൽ കാണുന്ന പിഗ്മെന്റ്സ് ഏതൊക്കെയാ? അക്സസറി പിഗ്മെന്റ്സ്. പിന്നെ റിയാക്ഷൻ സെന്ററിൽ ക്ലോറോഫിൽ എ മാത്രം. ഇനി എങ്ങനെയാണ് പിഗ്മെന്റ് സിസ്റ്റം 1ഉം 2ഉം വ്യത്യാസപ്പെടുന്നതെന്ന് കൂടെ നോക്കാം. നോക്കിയേ, ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 1ല് റിയാക്ഷൻ സെന്റർ P700 ആണ് അറിയാം. ഇവിടെ പിഗ്മെന്റ് സിസ്റ്റം 2ല് അത് P680 ആണ്. കണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ അതെന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാല്, ഈ P700, P സ്റ്റാൻഡ്സ് പിഗ്മെന്റ്, അതായത് ഏതാ പിഗ്മെന്റ്? ക്ലോറോഫിൽ. ഇവിടെ പരമാവധി ആഗിരണം ചെയ്യുന്നത്
ഇത് 700 നാനോമീറ്റർ ആയിട്ടുള്ള പിന്നെ റേഞ്ചിലുള്ള ലൈറ്റാണ്. അപ്പൊ ഈ തിക്നെസ് 2-ലാണെങ്കിൽ ക്ലോറോഫിൽ എ ഇറ്റ് ക്യാൻ ലൈറ്റ് അബ്സോർബ് അറ്റ് ദ റേഞ്ച് 680 നാനോമീറ്റർ. അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിഗ്മെന്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. ഇനി അപ്പൊ നമ്മുടെ സാധാരണ ഗ്രീൻ പ്ലാന്റ്സിൽ പിഗ്മെന്റ് സിസ്റ്റം 1 ഉം 2 വേണം അല്ലെ? എന്നാൽ ചില ബാക്ടീരിയകളിൽ എന്താണെന്ന് അറിയാം, അതില് ഒരു പിഗ്മെന്റ് സിസ്റ്റം മാത്രമേ. അപ്പോൾ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസും ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. ആദ്യം ലൈറ്റ് റിയാക്ഷൻ, പിന്നെ ഡാർക്ക് റിയാക്ഷൻ, അതായത് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് C3 സൈക്കിളാണ്, പിന്നെ C4 സൈക്കിള്, കാം പാത്വേ, ഫോട്ടോ റെസ്പിറേഷൻ. ഇത്രയും ഒരു കോർ ഏരിയ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിനെ കുറിച്ചും ഞാൻ സ്റ്റുഡൻസിന് എൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്, അതും വായിച്ചിരിക്കണം. ഇപ്പോൾ തൽക്കാലം പിഗ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ബാക്ടീരിയയിൽ കാണുന്നത് നോക്കാം. ഒരു ഫോട്ടോ സിസ്റ്റം മാത്രം ഉപയോഗിക്കുന്ന ചില ബാക്ടീരിയ, പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ, പിന്നെ പർപ്പിൾ സൾഫർ ബാക്ടീരിയ ഉണ്ട്, നോൺ സൾഫറിലുണ്ട്, സൾഫറിലുണ്ട്, ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഇവയിൽ ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലും ചെറിയ വ്യത്യാസം. പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയൽ പ്രവർത്തന കേന്ദ്രം 8P870 ആണ്. എന്നാൽ ഗ്രീൻ സൾഫർ ബാക്ടീരിയ ആണെങ്കിൽ P840 ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഹരിതകത്തിന്റെ തന്മാത്ര ഘടന, മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ക്ലോറോഫിൽ. നമ്മൾ നേരത്തെ ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യം കണ്ടു. ഈ ക്ലോറോഫിൽ, ഇവിടെ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ എന്തൊക്കെ കാണാൻ നോക്കിയേ? 4 പൈറോൾ വലയങ്ങൾ കാണാം. ഇത് 1, 2, 3, 4 പൈറോൾ വലയങ്ങൾ കാണാം. മധ്യത്തിലായിട്ട് മെഗ്നീഷ്യം കാണാം, കണ്ടോ? അപ്പൊ അങ്ങനെയുള്ളൊരു തലയാണ് ഇത്രയും ഭാഗം. അപ്പൊ തല എന്താണ്? സമചതുരാകൃതിയിലാണ് അല്ലെ? അതിനോടൊപ്പം ഒരു വാലുണ്ട്. എന്താ? അതാണ് ഫൈറ്റോൾ ടെയില. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ, 4 പൈറോൾ വലയങ്ങളും മധ്യത്തില് മഗ്നീഷ്യം ആറ്റവും സമചതുരാകൃതിയിലുള്ള തലയും പിന്നെ എന്താണ്? ഫൈറ്റോൾ ചങ്ങലയും നീണ്ട വാലും ഉൾപ്പെട്ടതാണ് ഒരു ഹരിത തന്മാത്ര. ഇനി നമ്മൾ ക്ലോറോഫിൽ എയും ബിയും, അപ്പോൾ അത് രണ്ടും നമ്മളുടെ വ്യത്യാസം കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട 2 ക്ലോറോഫിൽ ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്നതാണ് ക്ലോറോഫിൽ എയും ബിയും. ഹരിതം എയുടെ ഒരു പൈറോൾ വലയത്തില് നോക്കി, അവിടെ എന്തുണ്ട്? ഒരു പൈറോൾ വലയത്തില് ഒരു മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. ഇവിടെ മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. ഇതിപ്പോ ഒരു പൈറോൾ വലയത്തിൽ മാത്രമേ കാണുള്ളൂ. അതില് മീഥൈൽ ഗ്രൂപ്പാണ്. അതേ സ്ഥാനത്ത് ക്ലോറോഫിൽ ബി ആണ്, അതിലാണെങ്കിൽ എന്താണ്? ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് മതി. താങ്ക് യു.